വിചിത്ര നീക്കവുമായി KSRTC മാനേജ്മെന്റ്. പണിമുടക്കിൽ പങ്കെടുത്ത ജീവനക്കാരുടെ ശമ്പള ബിൽ വൈകി എഴുതിയാൽ മതിയെന്ന് ഉത്തരവിറക്കി. പ്രതികാര നടപടിയായി ശമ്പളം വൈകിപ്പിക്കാൻ നീക്കമെന്ന് കോൺഗ്രസ് അനുകൂല സംഘടന TDF. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ സംഗമം ഇന്ന് സമാപിക്കും. നിർണായക പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത. ഉച്ചകോടിയിൽ വിദേശ നിക്ഷേപങ്ങൾക്ക് പുറമെ പ്രവാസി മലയാളികൾ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരം 13ാം ദിവസത്തിലേക്ക്. പിന്തുണയറിയിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ. സർക്കാർ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം ചെയ്യുമെന്ന് ആശാവർക്കർമാർ. ആശാവർക്കർമാർ മുൻപേ എത്തിയിരിക്കണം. വരാത്തവരെ ലിസ്റ്റ്, ഇവിടെ എത്താത്തവരെ ലിസ്റ്റ് ഞങ്ങൾക്ക് തരണം, പേര്. അതിനെല്ലാം ഞങ്ങൾ കടം വാങ്ങിയാണ് ഞങ്ങൾ പോകുന്നത്. കടം വാങ്ങി ഞങ്ങൾ അവിടെ ചെന്ന് പങ്കെടുക്കും കേട്ടോ. ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ജയിക്കുമല്ലോ. ഞങ്ങൾ രണ്ടാമതും ജയിപ്പിച്ചു വിട്ടെന്തോന്നറിയാം. ഞങ്ങളുടെ ഈ ആശാമാരുടെ അവകാശങ്ങൾ ഞങ്ങൾക്ക് തരും, ചോദിക്കാതെ തരും. ഞങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് ഞങ്ങളുടെ അവകാശം ചോദിക്കാനാണ് വന്നിരിക്കുന്നത്. ഇടുക്കിയിൽ വാഹനാപകടങ്ങളിൽ 4 മരണം. പന്നിയാർകുട്ടിയിൽ വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് ഡ്രൈവറടക്കം 3 പേർക്ക് ദാരുണാന്ത്യം. കട്ടപ്പനയിൽ കാർ ക്രാഷ് ബാരിയറിൽ ഇടിച്ചു കയറി യുവാവ് മരിച്ചു. മസ്തകത്തിൽ മുറിവേറ്റ് ചരിഞ്ഞ കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. തലച്ചോറിലടക്കം അണുബാധയേറ്റെന്ന് കണ്ടെത്തൽ. മസ്തകത്തിലും തുമ്പിക്കൈയിലും പുഴുവരിച്ചു. മസ്തകത്തിലേറ്റ മുറിവ് കൊമ്പ് കുത്തിയുണ്ടായതാണെന്ന് കണ്ടെത്തൽ. ഫ്രാൻസിസ് മാർപ്പാപ്പ അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ. ജീവന് ഭീഷണിയില്ല. ചികിത്സയോട് പ്രതികരിക്കുന്നുണ്ടെന്നും ഒരാഴ്ച കൂടി ആശുപത്രിയിൽ തുടരണമെന്നും ഡോക്ടർമാർ. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. മത്സരം രാത്രി 7:30 ഗോവയിൽ. പ്ലേ ഓഫ് പ്രതീക്ഷകൾ സജീവമാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് ജയം അനിവാര്യം.